ചാവക്കാട്ടെ ആകാശം അന്നും പതിവിലും നീലിമയുള്ളതായിരുന്നു. പുലർകാല സൂര്യന്റെ നേർത്ത കിരണങ്ങൾ തിരമാലകളുടെ വെള്ളിനിറമുള്ള നെറ്റിയിൽ സ്വർണ്ണപ്പൊട്ട് തൊടുവിച്ചു. ആ തിരമാലകളുടെ നിത്യമായ ഈണം തീരത്തെ തെങ്ങുംതോപ്പുകളെ തൊട്ടു തഴുകി. വാടക വീടിന്റെ ഉപ്പുകാറ്റേറ്റ് ദ്രവിച്ച ജനലഴികളിലൂടെ അകത്തേക്ക് നുഴഞ്ഞു കയറി മീരയുടെ നെറ്റിയിൽ ചിതറിക്കിടന്ന മുടിയിഴകളിൽ വിരലോടിച്ചു. അടുക്കളയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ കടുകുപൊട്ടുന്നതിന്റെ രൂക്ഷഗന്ധം നാസികയിലേക്ക് അടിച്ചു കയറിയപ്പോഴാണ് അവൾ പതിയെ കണ്ണു തുറന്നത്. അരികിൽ അരുണിന്റെ ചൂട് അനുഭവപ്പെട്ടില്ല. അവന്റെ തലയിണയിലെ നേർത്ത ചുളിവുകൾ മാത്രം. പതിവുപോലെ അവൻ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു. പുതപ്പു വകഞ്ഞുമാറ്റി അവൾ എഴുന്നേറ്റു. അരുൺ തിണ്ണയിലെ സിമന്റ് പടിയിലിരുന്ന് അനന്തമായ കടലിലേക്ക് കണ്ണും നട്ട് ചായ കുടിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ വിദൂരമായ ഏതോ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. അതോ ഉദയസൂര്യന്റെ പ്രതിഫലനമോ? അവൾ ശബ്ദമുണ്ടാക്കാതെ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പിന്നിലൂടെ ചെന്ന് അവന്റെ കണ്ണുകൾ പൊത്തി. മീലക്കുട്ടി! ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ അവളുടെ തണുത്ത കൈകളിൽ മുറുകെ പിടിച്ചു. ഈ കള്ളിയെ ഞാൻ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും തിരിച്ചറിയും. അവളുടെ ഈ കാന്താരി മണം മതിയെനിക്ക്. അവൾ അവന്റെ തോളിൽ മൃദുവായി തലോടി അരികിലിരുന്നു. അവന്റെ കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ വാങ്ങി ഒരു കവിൾ കുടിച്ചു. ചൂടുചായ തൊണ്ടയിലൂടെ അരിച്ചിറങ്ങുമ്പോൾ ഉപ്പുകലർന്ന കടൽക്കാറ്റിന് ഒരു പ്രത്യേക കുളിരുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താ അരുണേട്ടാ, ഇന്ന് പതിവില്ലാതെ ഇത്ര നേരത്തെ? ഓഫീസിൽ നിന്നെനിക്ക് നേരത്തെ എത്തണം. ദുബായിൽ നിന്ന് പുതിയൊരു ക്ലയന്റ് വരുന്നുണ്ട്. വലിയൊരു പ്രൊജക്ടിന്റെ ഡിസ്കഷനാണ്. നമ്മുടെ കമ്പനിയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന പ്രൊജക്റ്റാ. അവൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഫിൻ സെക്യൂർ സൊല്യൂഷൻസ്. മീരയുടെ മനസ്സിൽ ആ പേര് വെള്ളിടി പോലെ തെളിഞ്ഞു. തൃശൂരിലെ ആകാശം മുട്ടുന്ന ആ വലിയ കെട്ടിടം. പൂർണ്ണമായും ശീതീകരിച്ച മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ സങ്കീർണമായ കണക്കുകൾ ശരിയാക്കുന്ന അരുൺ. ഇടയ്ക്ക് സഹപ്രവർത്തകരുമായി ചിരിച്ചുകൊണ്ട് കോഫി മെഷീനിൽ നിന്ന് ചായ എടുത്തു കുടിക്കുന്ന അരുൺ. അവരുടെ ഭാവനകൾക്ക് അതിരുകളില്ലായിരുന്നു. അവന്റെ ലോകം അതായിരുന്നു, പ്രൊഫഷണലുകളുടെ വലിയ സ്വപ്നങ്ങളുടെ ലോകം. എന്നാൽ മീരയുടെ ലോകം ഈ വീടും ഈ കടൽത്തീരവും പിന്നെ അരുണും മാത്രമായിരുന്നു. അവൻ പറയുന്ന വാക്കുകളായിരുന്നു അവളുടെ സത്യം. അവന്റെ വാക്കുകളിലായിരുന്നു അവളുടെ സർവ്വവിശ്വാസവും. ഇന്നൊരുപാട് വൈകുമോ വരാൻ? അവന്റെ ഷർട്ടിലെ നേർത്ത ചുളിവുകൾ വിരൽ കൊണ്ട് നിവർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ചിലപ്പോൾ. മീറ്റിംഗ് കഴിഞ്ഞാലും കുറച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടാകും. മീര കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെ കാത്തിരുന്ന് ഉറക്കം കളയണ്ട. അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ആ ചുംബനത്തിന്റെ ചൂടിൽ അവൾ ആ ദിവസത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു. അവന്റെ അധ്വാനത്തിന്റെ ഫലമാണ് താൻ അനുഭവിക്കുന്ന ഓരോ സന്തോഷവുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ചാവക്കാട്ടെ നീല ആകാശത്തിന് കീഴെ തിരമാലകളുടെ സംഗീതമുള്ള മുറ്റത്ത് തങ്ങളുടെ പ്രണയത്തിന്റെ കൂടാരം എന്നും സുരക്ഷിതമായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഓഫീസിലേക്കെന്ന് പറഞ്ഞ് അരുൺ ബസ് കയറുമ്പോൾ അവന്റെ മനസ്സിൽ ചാവക്കാട്ടെ നീലാകാശമായിരുന്നില്ല, പാലക്കാട്ടെ ചുട്ടുപൊള്ളുന്ന വരണ്ട പാടങ്ങളായിരുന്നു. ഓർമ്മകൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവന്റെ ചിന്തകളിലേക്ക് ചുട്ടുപൊള്ളിച്ചുകൊണ്ട് ഇരച്ചുകയറി. രോഗം കാർന്നു തിന്ന് മെലിഞ്ഞുണങ്ങിയ അമ്മയുടെ എല്ലുന്തിയ രൂപം. ആശുപത്രി വരാന്തയിലെ തണുത്ത നിലത്ത് ഡെറ്റോളിന്റെ മണമുള്ള കാറ്റേറ്റ് തലയ്ക്ക് കൈകൊടുത്ത് നിസ്സഹായനായിരിക്കുന്ന അച്ഛന്റെ ചിത്രം. 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾക്ക് നടുവിലിരുന്ന് ഭാവി എന്തെന്നറിയാതെ പൊട്ടിക്കറിയുന്ന 15കാരനായ താൻ. പഠനം നിർത്തേണ്ടി വന്ന ആ ദിവസം അരുണിന്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായിരുന്നു. പിന്നീട് ജീവിതം ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾക്കിടയിലും കല്യാണ വീടുകളിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലുമായിരുന്നു. പാത്രങ്ങളിലെ അഴുക്ക് കഴുകിക്കളയുമ്പോൾ സ്വന്തം ജീവിതത്തിലെ കറകൾ എന്നെങ്കിലും കഴുകിക്കളയാൻ കഴിയുമോ എന്ന് അവൻ ആശിച്ചു. ഒരു നല്ല ജീവിതം, സ്നേഹമുള്ള ഒരു കുടുംബം അവൻ എന്നും സ്വപ്നം കണ്ടു. മീര അവന്റെ ജീവിതത്തിലേക്ക് ഒരു കുളിരുള്ള വസന്തം പോലെയാണ് കടന്നുവന്നത്. അവളുടെ നിഷ്കളങ്കമായ ചിരിയും കളങ്കമില്ലാത്ത സംസാരവും അവന്റെ ആത്മാവിലെ മുറിവുകളെ പതിയെ ഉണക്കി. അവളെ വിവാഹം കഴിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തിരുന്നു. തന്റെ കഷ്ടപ്പാടുകളുടെയും ഇല്ലായ്മകളുടെയും നിഴൽ പോലും അവളിൽ വീഴാൻ പാടില്ല. അവളെന്നും സന്തോഷവതിയായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യമായി ജോലി അന്വേഷിച്ച് തൃശൂരിലെത്തിയപ്പോൾ, ഒരു നിർമ്മാണ കമ്പനിയിൽ തൊഴിലാളിയുടെ വേഷം കിട്ടിയപ്പോൾ അത് അവളിൽ നിന്ന് മറച്ചുവെച്ചത്. ഫിൻ സെക്യൂർ സൊല്യൂഷൻസ് എന്ന പേര് യാദർച്ഛികമായി ഒരു ബോർഡിൽ കണ്ടപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടു. ആ ഒരൊറ്റ നുണയ്ക്ക് മുകളിൽ അവൻ അവൾക്കായി മനോഹരമായൊരു സ്വപ്നലോകം പഴുതു. ഓരോ ദിവസവും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇഷ്ടിക ചുമക്കുമ്പോൾ അവൻ തളർന്നില്ല. സിമന്റ് ചാക്ക് ചുമലിലേറ്റി പടവുകൾ കയറുമ്പോൾ കിതച്ചില്ല. കാരണം ആ ഓരോ ഇഷ്ടികയും ഓരോ തുള്ളി വിയർപ്പും മീരയുടെ സന്തോഷത്തിനു വേണ്ടിയുള്ളതായിരുന്നു. അവളെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ,
ഞാൻ അനുഭവിച്ച വേദനകളൊന്നും എന്റെ മീര അറിയരുത്. ബസിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൻ സ്വയം മന്ത്രിച്ചു. ആ വാക്കുകളിൽ അവളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും സ്വന്തം ഭൂതകാലത്തോടുള്ള അടങ്ങാത്ത വേദനയും നിറഞ്ഞിരുന്നു. അരുണേട്ടാ, ഈ സാരിക്ക് എന്തു ഭംഗിയാ! തുണിക്കടയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കടും നീലനിറമുള്ള പട്ടുസാരി നെഞ്ചോട് ചേർത്തുവെച്ച് മീര കൊഞ്ചലോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടായിരുന്നു. എടുത്തോളൂ മോളെ. അരുൺ പുഞ്ചിരിയോടെ അവളുടെ പിന്നിൽ വന്നു നിന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ലൊരു ഇൻസെന്റീവ് കിട്ടി. കമ്പനിയുടെ ലാഭവിഹിതം. അവൻ മറ്റൊരു നുണ കൂടി പറഞ്ഞു. അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ സന്തോഷം കൊണ്ട് വിടർന്നു. ആ സാരി കൊടുത്ത് അവൻ അവന്റെ കൂടെ സിനിമയ്ക്ക് പോയി. ഇടവേളയ്ക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു വെള്ളിക്കൊലസ് സമ്മാനിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഇതിനൊക്കെ എവിടുന്നാ ഏട്ടാ പൈസ? വെറുതെ കളയണ്ട, അവൾ സ്നേഹത്തോടെ ശാസിച്ചു. അതൊക്കെയുണ്ട്. കമ്പനിയിൽ എന്റെ വർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടാ. അടുത്ത മാസം പ്രൊമോഷനും സാലറി ഹൈക്കും ഉണ്ടാകും, അവൻ അഭിമാനത്തോടെ പറഞ്ഞു. ആ നിമിഷം അവന്റെ അഭിനയം അവിശ്വസനീയമാം വിധം സ്വാഭാവികമായിരുന്നു. അവൾ അവനെ ആരാധനയോടെ നോക്കി. ഓരോ ചെറിയ സന്തോഷങ്ങൾക്ക് പിന്നിലും അവന്റെ വലിയ അധ്വാനമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീരയുടെ അകന്ന ബന്ധുവായ ഒരു അമ്മായി വീട്ടിൽ വിരുന്നിന് വന്നു. സംസാരത്തിനിടയിൽ അവർ അരുണിനോട് ചോദിച്ചു, അല്ല, അരുണിന്റെ ഓഫീസ് തൃശ്ശൂർ എവിടെയാ? എന്റെ മോനും അവിടെ ഒരു IT കമ്പനിയിലാ. ഫിൻ സെക്യൂർ സൊല്യൂഷൻസ് എന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. അരുണിന്റെ മുഖം ഒരു നിമിഷം വിളറി. അവന്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയതുപോലെ തോന്നി. അവൻ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. അതൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണമ്പായി, IT ഫീൽഡല്ല. അതുകൊണ്ട് കേൾക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ ചാവക്കയുടെ മീൻകറിയുടെ രുചി എങ്ങനെയുണ്ട്? മീര നന്നായി വയ്ക്കും അല്ലേ? അവൻ സമർത്ഥമായി ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പക്ഷേ മീരയുടെ മനസ്സിൽ ഒരു നേർത്ത സംശയത്തിന്റെ വിത്ത് വീണു. എന്തിനാ അരുണേട്ടൻ പെട്ടെന്ന് വിഷയം മാറ്റിയത്? അവൾ ഓർത്തു. പക്ഷെ അടുത്ത നിമിഷം അവൾ ആ ചിന്തയെ കുടഞ്ഞെറിഞ്ഞു. തന്റെ അരുണേട്ടനെ സംശയിക്കുകയോ? ഒരിക്കലുമില്ല. അവൻ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണ്. അവൾ സ്വയം തിരുത്തി ആ സംശയത്തെ മനസ്സിന്റെ കോണിലേക്ക് വലിച്ചെറിഞ്ഞു. കർക്കിടകത്തിലെ മഴ ചാവക്കാടിനെ കറുത്ത പുതപ്പുകൊണ്ട് മൂടിയിരുന്നു. തോരാതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം മീരയുടെ ശരീരത്തെ പനിയും പിടികൂടി. അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന തണുപ്പിൽ വിറച്ചുതുള്ളി പുതപ്പിനടയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് അരുണിന് ഉച്ചഭക്ഷണം പൊതിഞ്ഞുകൊടുക്കാൻ അവൾക്കായില്ല. സാരമില്ല മീരക്കുട്ടി, ഞാൻ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. നീ മരുന്ന് കഴിച്ച് നന്നായി ഉറങ്ങ്. പോകുന്നതിനു മുൻപ് അവൻ അവളുടെ നെറ്റിയിൽ തലോടി പറഞ്ഞു. അവന്റെ കൈകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ചൂടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞപ്പോൾ മീര അവനെ വിളിച്ചു. ഫോണെടുത്തപ്പോൾ അപ്പുറത്ത് വലിയൊരു ഇരമ്പൽ. എന്തൊക്കെയോ ഭാരമുള്ള യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ശബ്ദം. അരുണേട്ടാ, ഭക്ഷണം കഴിച്ചോ? അവൾ ക്ഷീണിച്ച് ശബ്ദത്തിൽ ചോദിച്ചു. ആ കഴിച്ചു മോളെ. അവന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. ഒരുപാട് ദൂരം ഓടി വന്നതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ഏട്ടാ ഒരു കിതപ്പ്? എന്തുപറ്റി? എന്താ അവിടെ ഒരു ഒച്ച? ഒന്നുമില്ല, ഓഫീസിൽ സ്റ്റെപ്പ് ഓടിക്കയറിയതിന്റെയാ. ഞാനിപ്പോ ഒരു അത്യാവശ്യ മീറ്റിംഗിലാ. ഞാൻ പിന്നെ വിളിക്കാം. അവൻ വെപ്രാളപ്പെട്ട് ഫോൺ വെച്ചു. ഫോൺ കട്ടായതും മീരയുടെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ എന്തിനാണ് സ്റ്റെപ്പ് കയറുമ്പോൾ ഇത്രയും കിതയ്ക്കുന്നത്? അവന്റെ ശബ്ദത്തിലെ പതർച്ച അവൾക്കെന്തോ പന്തികേട് തോന്നി. അമ്മായിയുടെ ചോദ്യവും ഈ സംഭവവും അവളുടെ മനസ്സിൽ കോർത്തിണക്കപ്പെട്ടു. ആദ്യമായി അവളുടെ മനസ്സ് അരുണിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ മടിച്ചു. ഒരുപക്ഷേ തനിക്ക് തോന്നുന്നതാകാം, പനിയുടെ ക്ഷീണം കൊണ്ടാവാം. അവൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ മനസ്സിൽ മുളപൊട്ടിയ സംശയത്തിന്റെ വിത്ത് ഒരു വൻമരമായി വളരാൻ തുടങ്ങിയിരുന്നു. കുറ്റബോധവും ആകാംക്ഷയും അവളെ ഒരുപോലെ അലട്ടി. പിറ്റേന്ന് രാവിലെ പനി കുറഞ്ഞെങ്കിലും മീരയുടെ മനസ്സിലെ തീ അണഞ്ഞിരുന്നില്ല. അരുൺ ഓഫീസിലേക്ക് പോയതിനു ശേഷം അവൾ ഒരു തീരുമാനമെടുത്തു. ഇന്നവന്റെ ഓഫീസൊന്ന് കാണണം. അവനെ അറിയിക്കാതെ ഒരു സർപ്രൈസ് കൊടുക്കാം. ഒരുപക്ഷെ തന്റെ സംശയങ്ങളെല്ലാം തെറ്റാണെന്ന് കണ്ട് സ്വയം പരിഹസിച്ചു മടങ്ങിവരാം. അവൾ അങ്ങനെ ആഗ്രഹിച്ചു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവൾ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അവളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. ഞാനീ ചെയ്യുന്നത് ശരിയാണോ? അരുണേട്ടൻ അറിഞ്ഞാൽ എന്തു വിചാരിക്കും? ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയതാകും. അവന്റെ വിശ്വാസത്തെ ഞാൻ തകർക്കുകയാണോ?
ചിന്തകൾ അവളെ വേട്ടയാടി. തൃശൂരെത്തിയതും അവൾ അരുണിന്റെ ഫോണിലേക്ക് വിളിച്ചു. അവൻ ഫോണെടുത്തില്ല. അവൾ വീണ്ടും വിളിച്ചു. ഇത്തവണ അവൻ ഫോണെടുത്തു. ഹലോ മീര, ഞാൻ വർക്കിലാണ്, അത്യാവശ്യമുണ്ടോ? അവന്റെ ശബ്ദം അപ്പോഴും പരുഷമായിരുന്നു. പശ്ചാത്തലത്തിൽ വീണ്ടും അതേ ശബ്ദകോലാഹലങ്ങൾ. ഏയ് ഒന്നുമില്ലേട്ടാ, വെറുതെ വിളിച്ചതാ, അവൾ ശബ്ദമിടറാതെ പറഞ്ഞു. ഫോൺ വെച്ചു. അവന്റെ ഫോണിന്റെ പശ്ചാത്തലത്തിൽ കേട്ട ശബ്ദങ്ങൾ അതൊരു ഓഫീസിലെ ആയിരുന്നില്ല. വലിയ വാഹനങ്ങളുടെ ഇരമ്പലും ആളുകളുടെ ഒച്ചപ്പാടും എന്തൊക്കെയോ തട്ടുന്നതിന്റെയും മുട്ടുന്നതിന്റെയും ശബ്ദങ്ങളുമായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അവൾ ബസ് സ്റ്റാൻഡിൽ അരുൺ സ്ഥിരമായി ഇറങ്ങാറുള്ള ബസ്സിനായി കാത്തുനിന്നു. അധികം വൈകാതെ അവൻ വന്നിറങ്ങി. പക്ഷേ ടൗണിലെ വലിയ കെട്ടിടങ്ങളുള്ള ഭാഗത്തേക്ക് പോകുന്നതിനു പകരം അവൻ ബീച്ച് റോഡിലേക്കുള്ള, നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു പഴയ ബസ്സിൽ കയറി. മീര ഞെട്ടലോടെ മറ്റൊരു ബസ്സിൽ അവനെ പിന്തുടർന്നു. ബീച്ചിനടുത്തുള്ള ഒരു വിജനമായ സ്ഥലത്ത് നിറയെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരിടത്ത് അവൻ ബസ്സിറങ്ങി. പൊടി നിറഞ്ഞ ആ വഴിയിലൂടെ അവൻ മുന്നോട്ടു നടന്നു. മീരയുടെ തൊണ്ട വരണ്ടു, കാലുകൾ വിറച്ചു. അവൾ ഭയത്തോടെ ഒരു കുറ്റവാളിയെപ്പോലെ അവനെ പിന്തുടർന്നു. അല്പം ദൂരെയായി പണി നടക്കുന്ന ഒരു വലിയ കെട്ടിടം അവൾ കണ്ടു. അവിടേക്കാണ് അരുൺ നടന്നു പോകുന്നത്. ഒരു തെങ്ങിന്റെ മറവിൽ നിന്ന് അവൾ ആ കാഴ്ച കണ്ടു. പൊരിവെയിലത്ത് തലയിലൊരു തോർത്തു മാത്രം കെട്ടി അരുൺ ഇഷ്ടിക ചുമക്കുന്നു. അവന്റെ ഷർട്ട് വിയർപ്പിൽ കുതിർന്നിരുന്നു. മുഖം വെയിലേറ്റ് കരിവാളിച്ചിരുന്നു. ഓരോ ഇഷ്ടികയും ചുമലിൽ വയ്ക്കുമ്പോൾ അവന്റെ മുഖം വലികൊണ്ട് ചുളിയുന്നത് അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. ആ കാഴ്ചയുടെ ആഘാതത്തിൽ മീര തകർന്നുപോയി. അവളുടെ ലോകം ഒരു നിമിഷം കൊണ്ട് നിശ്ചലമായി. ചുറ്റുമുള്ള കെട്ടിടനിർമ്മാണത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ നിലച്ചു. അവന്റെ വിയർത്ത ക്ഷീണിച്ച മുഖമല്ലാതെ മറ്റൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഫിൻസെക്യൂർ സൊല്യൂഷൻസ്, എയർ കണ്ടീഷൻഡ് ഓഫീസ്, സഹപ്രവർത്തകർ, അവളുടെ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. തെങ്ങിന്റെ മറവിൽ നിന്ന് അവൾ വാപൊത്തി പൊട്ടിക്കരഞ്ഞു. പക്ഷെ അത് നുണയോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. അവനോടുള്ള അടങ്ങാത്ത സ്നേഹവും സഹതാപവും കൊണ്ടായിരുന്നു. തന്നെ സന്തോഷിപ്പിക്കാൻ, തനിക്ക് നല്ലൊരു ജീവിതം തരാൻ അവൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവന്റെ ഓരോ തുള്ളി വിയർപ്പും തനിക്കു വാങ്ങിയ സാരിയും കൊലുസുമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ആ വെയിലത്തുരുകിത്തീരുന്നത് തന്റെ അരുൺ മാത്രമല്ല, താൻ കണ്ട സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ വീട്ടിലേക്ക് മടങ്ങി. ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. അവനെ ചോദ്യം ചെയ്യണോ? എന്തിന്? തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന, തനിക്കുവേണ്ടി സ്വയം ഒരുകിത്തീരുന്ന ആ മനുഷ്യനോട് എന്തു ചോദിക്കാനാണ്? വേണ്ട, അവനെ വേദനിപ്പിക്കണ്ട, അവന് നാണം കെടുത്തണ്ട, അവൾ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അരുൺ വീട്ടിൽ വന്നപ്പോൾ അവൾ ഒന്നും ഭാവിക്കാതെ ചിരിച്ചുകൊണ്ട് അവനെ സ്വീകരിച്ചു. പക്ഷേ ആ ചിരിക്ക് പഴയ തിളക്കമില്ലായിരുന്നു. എന്താ മീരക്കുട്ടി, ഒരു വിഷമം പോലെ? പനി മാറിയില്ലേ? അവൻ ക്ഷീണത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ലേട്ടാ, പനിയുടെ ക്ഷീണം, അവൾ ഒഴിഞ്ഞുമാറി. അന്നുമുതൽ അരുണിനോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു. അവൻ വരുമ്പോഴേക്കും അവൾ ചൂടുവെള്ളം തയ്യാറാക്കി വയ്ക്കും. അവന്റെ ക്ഷീണമകറ്റാൻ പുറത്തു തടവിക്കൊടുക്കും. രാത്രിയിൽ അവൻ ഗാഢനിദ്രയിലാണ്ട് കഴിയുമ്പോൾ ഇഷ്ടിക ചുമന്ന് തഴമ്പിച്ച് അവന്റെ കൈകളിൽ അവൾ മെല്ലെ തടവും. ഓരോ തടവിലും അവളുടെ കണ്ണുനീർ ആ കൈകളെ നനയ്ക്കും. അവളുടെ ഈ അമിത പരിചരണം അരുണിലൊരു കൗതുകമുണർത്തി. ഇവൾക്ക് എന്തുപറ്റി? അവൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ആ സ്നേഹപ്രകടനത്തിൽ അവനെല്ലാം മറന്നു. തന്റെ രഹസ്യം ഇപ്പോഴും സുരക്ഷിതമാണെന്നവൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ മറ്റൊരു രഹസ്യം കൂടി പിറവിയെടുത്തിരുന്നു. മീരയുടെ രഹസ്യം. അരുണിന്റെ കഷ്ടപ്പാടുകൾക്കൊരു അറുതി വരുത്തണമെന്ന മീര ഉറച്ചു. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. വെറുതെ ഇരുന്ന് അവന്റെ വിയർപ്പിന്റെ ഫലം ഭക്ഷിക്കാൻ അവൾക്ക് തോന്നിയില്ല. നല്ല കൈപുണ്യമുള്ളതുകൊണ്ട് ഒരു തട്ടുകട തുടങ്ങിയാലോ എന്നവൾ ആലോചിച്ചു. ഗുരുവായൂർ അമ്പലനടയിൽ എപ്പോഴും തിരക്കായിരിക്കും. അവിടെയാണെങ്കിൽ കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. അവൾ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു. കല്യാണത്തിന് കിട്ടിയ കുറച്ച് സ്വർണം പണയം വെച്ച് കുറച്ച് പണം കണ്ടെത്തി. ഒരു ചെറിയ ഉന്തുവണ്ടിയും പാത്രങ്ങളും വാങ്ങി. എല്ലാം തയ്യാറായപ്പോൾ അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നുണ പറയാൻ തയ്യാറായി. അന്ന് രാത്രി അരുണിനോട് അവൾ പറഞ്ഞു, അരുണേട്ടാ, എനിക്കൊരു ജോലി കിട്ടി. അവന്റെ ക്ഷീണിച്ച കണ്ണുകൾ വിടർന്നു. സത്യമാണോ? എവിടെ? തൃശൂർ ഇൻഫോ പാർക്കിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട്. നാളെ മുതൽ ജോയിൻ ചെയ്യണം, അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവന്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. അവൻ അവളെ വാരിപ്പുണർന്നു. എന്റെ മീരക്കുട്ടി മിടിക്കുക, ഇനി നിനക്കുമിടി വരുമാനമായി, നമുക്ക് അടിച്ചു പൊളിക്കണം. അവന്റെ സന്തോഷം കണ്ടപ്പോൾ മീരയുടെ നെഞ്ചുപിടഞ്ഞു. ഒരു നുണയ്ക്ക് മുകളിൽ മറ്റൊരു നുണ കെട്ടിപ്പടുക്കുമ്പോൾ അവൾക്ക് ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നി. പക്ഷെ അവൾക്കറിയാമായിരുന്നു ഈ നുണ അവനു വേണ്ടിയാണെന്ന്. മീരയുടെ ഇരട്ട ജീവിതം തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് ഗുരുവായൂരിലേക്ക് പോകും.
ഉന്തുവണ്ടിയിൽ ദോശയും ഓംലെറ്റും ചമ്മന്തിയും ഉണ്ടാക്കി വിൽക്കും. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ നിന്നു തിരിയാൻ സമയമുണ്ടാകില്ല. ദോശക്കല്ലിന്റെ ചൂടും പുകയും കൊണ്ട് അവൾ തളരും. വൈകുന്നേരം എല്ലാം ഒതുക്കിവെച്ച് വീട്ടിലെത്തുമ്പോൾ അവൾ ആകെ ക്ഷീണിച്ചിരിക്കും. എന്താ മീര, ഓഫീസിൽ നല്ല തിരക്കായിരുന്നോ? അരുൺ ചോദിക്കുമ്പോൾ അവൾ തലയാട്ടും. ആ ഏട്ടാ, ഭയങ്കര വർക്കായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരേ ഇരിപ്പല്ലേ. അവളുടെ IT കമ്പനിയിലെ ക്ഷീണം അഭിനയിക്കുമ്പോൾ അവൾ ഉള്ളിൽ കരഞ്ഞു. അവളുടെ കച്ചവടം പതിയെ വിജയിച്ചു തുടങ്ങി. ആളുകൾ അവളുടെ കൈപുണ്യത്തെ പുകഴ്ത്തി. അതേസമയം അരുണിന്റെ ജോലിസ്ഥലത്തെ പ്രയാസങ്ങൾ കൂടി വന്നു. ചില ദിവസങ്ങളിൽ പണിയുണ്ടാകില്ല. കിട്ടുന്ന കൂലിക്ക് കൃത്യമായ കണക്കുമില്ല. മുതലാളിയുടെ ചീത്തവിളി വേറെ. പക്ഷേ മീര നല്ലൊരു ജോലിക്ക് പോയി തുടങ്ങിയല്ലോ എന്ന ആശ്വാസത്തിൽ അവനതെല്ലാം സഹിച്ചു. അവൾ സുഖമായിരിക്കുന്നല്ലോ, അതുമതി. അവൻ സ്വയം ആശ്വസിച്ചു. ഒരേ വീട്ടിൽ, ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ, പരസ്പരമറിയാത്ത രണ്ട് രഹസ്യങ്ങളുമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവർ ജീവിച്ചു. ഒരു ദിവസം അരുണിന്റെ പഴയ സുഹൃത്ത് സുരേഷ് ഗുരുവായൂരിൽ ദർശനത്തിന് വന്നതായിരുന്നു. അമ്പലനടയിൽ നിന്ന് പ്രസാദവും വാങ്ങി തിരികെ നടക്കുമ്പോഴാണ് അവനാ കാഴ്ച കണ്ടത്. ഒരു തട്ടുകടയിൽ നിന്ന് ആളുകൾക്ക് ദോശയുണ്ടാക്കി കൊടുക്കുന്ന മീരയെ. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അപ്പോൾ തന്നെ അരുണിനെ വിളിച്ചു. അളിയ അരുണേ, നീ എവിടെയാ? ഞാൻ സൈറ്റിലാടാ. എന്തുപറ്റി? അല്ലടാ, ഞാൻ മീരയെ ഗുരുവായൂർ വെച്ച് കണ്ടു. അവൾ ഇവിടെ ഒരു തട്ടുകട നടത്തുന്നു. അരുൺ ഉറക്കെ ചിരിച്ചു. നിനക്ക് ആള് മാറിയതാടാ. എന്റെ മീര ഇൻഫോ പാർക്കിൽ ജോലിക്കാ. അവൾ ഈ സമയത്ത് അവിടെയായിരിക്കും. അല്ലടാ, എനിക്ക് 100% ഉറപ്പാ. ഇത് നിന്റെ മീര തന്നെയാ. വേണമെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തയച്ചു തരാം, സുരേഷ് നിർബന്ധിച്ചു. അതോടെ അരുണിന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അവൻ ചിരിച്ചു തള്ളിയെങ്കിലും സുഹൃത്തിന്റെ ഉറച്ച ശബ്ദം അവന്റെ മനസ്സിലൊരു സംശയത്തിന്റെ തീ കോരിയിട്ടു. എന്നോട് കള്ളം പറയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ജോലി കഴിഞ്ഞതും അവൻ നേരെ ഗുരുവായൂരിലേക്കുള്ള ബസ് പിടിച്ചു. അവന്റെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. സുരേഷിന് ആള് മാറിയതാകും, അല്ലെങ്കിൽ അവൻ തമാശ പറഞ്ഞതാകും. എന്റെ മീര എന്ന ചതിക്കില്ല. ഓരോ നിമിഷവും ഒരു യുഗം പോലെ അവന് തോന്നി. ഗുരുവായൂരിൽ ബസ് ഇറങ്ങി അമ്പലനടയിലേക്ക് നടക്കുമ്പോൾ അരുണിന്റെ കാലുകൾക്ക് വേഗത പോരായിരുന്നു. ദൂരെ നിന്നേ അവൻ ആൾക്കൂട്ടം കണ്ടു. ഒരു ചെറിയ ഉന്തുവണ്ടിക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നു. അവൻ അങ്ങോട്ട് നടന്നു. അവിടെ ആവി പറക്കുന്ന ദോശക്കല്ലിനു മുന്നിൽ ചൂടുകൊണ്ട് തളർന്ന് വിയർത്തൊലിച്ചു നിൽക്കുന്ന അവന്റെ പ്രിയപ്പെട്ട മീര. അവൾ ആളുകൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതുപോലെ അവന് തോന്നി. അവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് ചെന്നു. മീര! അവന്റെ ശബ്ദം ഒരു നേർത്ത ഞരക്കം പോലെ പുറത്തുവന്നു. അവനെ പെട്ടെന്ന് മുന്നിൽ കണ്ടതും അവരുടെ കയ്യിലിരുന്ന ചട്ടുകം താഴെ വീണു. അവരുടെ മുഖം വിളറി വെളുത്തു. ചുറ്റുമുള്ള ആളുകളെ വകവയ്ക്കാതെ അവൻ അലറി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇൻഫോ പാർക്കിലെ ജോലി എന്ന് കള്ളം പറഞ്ഞല്ലേ നീ ഈ പണിക്ക് വരുന്നത്? എന്തിനാ മീര നീ ഇതെന്നോട് ചെയ്തത്? അവന്റെ ദേഷ്യവും സങ്കടവും അപമാനവും എല്ലാം ആ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. അവന്റെ ശബ്ദമിടറി. ആളുകൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് അറിഞ്ഞു വരുണേട്ടാ. അവൾ നിർത്തിയില്ല. ആ വെയിലത്ത് നിങ്ങൾ ഇഷ്ടിക ചുമക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. അവളുടെ വാക്കുകൾ ഒരു ഇടിത്തീ പോലെ അരുണിന്റെ ഹൃദയത്തിൽ പതിച്ചു. അവൻ തകർന്നുപോയി. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ വേദനകളും അപമാനവും ഒരു കരച്ചിലായി പുറത്തുവന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയെപ്പോലെ അവൻ പൊട്ടിക്കരഞ്ഞു. അതെ, ഞാനൊരു ചുമട്ടുതൊഴിലാളിയാ. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയവനാ. അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി. അവസാനം ഇഷ്ടിക ചുമക്കാൻ വന്നു. നിന്നോട് പറയാൻ പേടിയായിരുന്നു. നീ എന്നെ വെറുക്കുമെന്ന് കരുതി. എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് പേടിച്ചു. അതൊരു ഏറ്റുപറച്ചിലായിരുന്നു, ഒരു മാപ്പപേക്ഷയായിരുന്നു. അവന്റെ കണ്ണുനീരിനൊപ്പം വർഷങ്ങളായി അവൻ ഉള്ളിൽ കൊണ്ടു നടന്ന ഭാരവും ഒലിച്ചുപോയി. ആളുകൾക്ക് മുന്നിൽ വെച്ച് അവൻ മീരയുടെ കാൽക്കൽ വീണു. അവൾ അവനെ താങ്ങിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ആൾക്കൂട്ടത്തിന് നടുവിൽ അവരുടെ കണ്ണുനീർ ഒന്നായിത്തീർന്നു. പറഞ്ഞ നുളികളും പറയാൻ മടിച്ച സത്യങ്ങളും ആ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതായി. അരുണിന്റെ തുറന്നു പറച്ചിലിന് ശേഷം അവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങിവരുമ്പോൾ ബസ്സിലെ യാത്ര നിശബ്ദമായിരുന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണയച്ചിരിക്കുകയാണെങ്കിലും രണ്ടുപേരുടെ മനസ്സ് സംസാരിക്കുകയായിരുന്നു. ഇത്രയും കാലം ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഭാരങ്ങളെല്ലാം ഇറക്കിവച്ചതിന്റെ ആശ്വാസവും ഒരുമിച്ചൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നതിന്റെ നേരിയ ആശങ്കയും അവരുടെ മൗനത്തിൽ നിറഞ്ഞുനിന്നു. ഇടയ്ക്ക് മീരയുടെ തണുത്ത വിരലുകൾ
അവൻ തന്റെ കൈകൾക്കുള്ളിലാക്കി മുറുകെ പിടിച്ചു. ആ സ്പർശത്തിൽ അവൾക്ക് വേണ്ട എല്ലാ ഉറപ്പുമുണ്ടായിരുന്നു. വീട്ടിലെത്തിയ രാത്രിക്ക് പതിവില്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. ആ നിശബ്ദതയിൽ അവർ വർഷങ്ങളുടെ ഭാരം ഇറക്കിവെച്ചതിന്റെ ആശ്വാസം അനുഭവിച്ചു. അത്താഴം കഴിക്കുമ്പോഴും അവർ അധികം സംസാരിച്ചില്ല. പക്ഷേ അവരുടെ നോട്ടങ്ങൾ ഒരുപാട് കഥകൾ കൈമാറി. പിറ്റേന്ന് രാവിലെ അരുൺ പതിവുപോലെ ഇഷ്ടികക്കളത്തിലേക്ക് പോകാൻ തയ്യാറായില്ല. യൂണിഫോം മാറ്റിവെച്ച് അവൻ അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്ന മീരയുടെ അടുത്തു വന്നിരുന്നു. അവന്റെ മുഖത്ത് ഒരു പുതിയ തീരുമാനം വെട്ടിത്തിളങ്ങുകയായിരുന്നു. മീരെ, എന്റെ മുഖത്ത് ഒരു പുതിയ തീരുമാനം വെട്ടിത്തിളങ്ങുകയായിരുന്നു. മീരെ, നമുക്കൊരുമിച്ച് ആ കട നടത്താം, അവൻ മൃദുവായി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അരുണേട്ടന് വിഷമമാകില്ലേ ആ ജോലി? അവൻ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു. ഇല്ല മീരെ, നിന്നോടൊപ്പം ഏത് ജോലി ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. തലയുയർത്തിപ്പിടിച്ച് എനിക്കിനി ജീവിക്കണം. നമ്മൾ ഒരുമിച്ച് തുടങ്ങും. ഇനി നുണകളുടെ മുകളിലല്ല, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുകളിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കും. ആ വാക്കുകൾ നൽകിയ ചൈര്യം ചെറുതായിരുന്നില്ല. ആ ദിവസം അവർ ഒരുമിച്ച് ഗുരുവായൂരെത്തി. മീരയുടെ രുചിക്കൂട്ട് എന്ന പഴയ ബോർഡ് കണ്ടപ്പോൾ അരുൺ പുഞ്ചിരിച്ചു. അവനത് മാറ്റാൻ ശ്രമിച്ചില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, നിന്റെ അധ്വാനത്തിന്റെ അടയാളമാണിത് എന്നവൻ പറഞ്ഞു. അന്നുമുതൽ ആ തട്ടുകടയ്ക്ക് 2 ജീവനക്കാരുണ്ടായി. അരുൺ ചൂടുള്ള ദോശകൾ മൊരിച്ചെടുക്കുമ്പോൾ മീര സ്നേഹം ചേർത്ത ചമ്മന്തിയും സാമ്പാറും വിളമ്പി. പരസ്പരം താങ്ങും തണലുമായി അവർ ആ തട്ടുകടയിൽ നിന്നു. ഇടയ്ക്ക് തിരക്കൊഴിയുമ്പോൾ അവർ പരസ്പരം നോക്കി ചിരിക്കും. ആ ചിരിയിൽ അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ തുടക്കമുണ്ടായിരുന്നു. കള്ളങ്ങളില്ലാത്ത, രഹസ്യങ്ങളില്ലാത്ത, സത്യസന്ധമായൊരു പുതിയ തുടക്കം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പോലെ ആ ചെറിയ തട്ടുകടയുടെ മുന്നിൽ ആളുകൾ നിറഞ്ഞു തുടങ്ങി. പുലരി വെളിച്ചം വീഴും മുൻപ് തന്നെ അരുണും മീരയും എത്തും. തലേന്ന് അരച്ചുവെച്ച മാവിന്റെ പുളിച്ച ഗന്ധവും പുതിയതായി വറുത്തെടുത്ത ചമ്മന്തിയുടെ മണവും ആ പ്രഭാതത്തിന് ജീവൻ നൽകി. ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് കോരിയൊഴിക്കുന്ന ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു മീരയ്ക്ക്. അത് കനം കുറഞ്ഞ് മുരിഞ്ഞ് സ്വർണ്ണനിറമാകുമ്പോൾ അരുൺ വിദഗ്ധമായി അതെടുത്ത് വാഴയിലയിലേക്ക് മാറ്റും. ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രം വരുന്ന ചിലരെങ്കിലും അവിടെയുണ്ടായിരുന്നു. അവരിരുവരുടെയും കഠിനാധ്വാനവും ആത്മാർത്ഥതയും വെറും വാക്കുകളായിരുന്നില്ല. അതായിരുന്നു ആ ദോശയുടെ രുചി. അതിലുപരി ആ ദമ്പതികളുടെ പെരുമാറ്റമായിരുന്നു ആളുകളെ അവിടേക്ക് ആകർഷിച്ചത്. സ്ഥിരമായി വരുന്ന പ്രായമായ രാഘവൻ മാഷ് അവർക്ക് മക്കളെപ്പോലെയായിരുന്നു. എന്റെ കുട്ടിയോളെ, ഇന്നത്തെ ദോശയ്ക്ക് രുചി ഇത്തിരി കൂടുതലാണല്ലോ, എന്താ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അത് മാഷിനോടുള്ള സ്നേഹം കൊണ്ടാ എന്ന് മീര ചിരിയോടെ മറുപടി പറയും. കോളേജിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ ബഹളവും തമാശകളും ആ കടയ്ക്ക് യൗവനം നൽകി. ചേട്ടാ, ഒരു ദോശ പ്രേമത്തിന്റെ പേരിലും ഒരെണ്ണം വിരഹത്തിന്റെ പേരിലും എന്നവർ തമാശ പറയുമ്പോൾ അരുൺ അത് കാര്യമായി തന്നെ ഇലയിൽ കുറിച്ചിടും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ഈ കടയ്ക്കൊരു ഐശ്വര്യമുണ്ട് എന്ന് പലരും പറയുമ്പോൾ അവർ സ്നേഹത്തോടെ പരസ്പരം നോക്കി ചിരിക്കും. ആ ചിരിയിൽ അവരുടെ ഭൂതകാലവും ഭാവിയും ഒരുമിച്ചുള്ള ജീവിതവും നിറഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രി പതിവിലും തിരക്ക് കുറഞ്ഞൊരു സായാഹ്നത്തിൽ കടയടച്ചു പാത്രങ്ങളെല്ലാം ഒതുക്കി വെക്കുമ്പോൾ അരുൺ പതിയെ പറഞ്ഞു, മീരെ, എനിക്കൊരാഗ്രഹം. നമ്മുടെ ഈ കടയുടെ പേര് മാറ്റണം. മീര അത്ഭുതത്തോടെ അവനെ നോക്കി. അവരുടെ നെറ്റിയിൽ സംശയത്തിന്റെ നേർത്ത വരകൾ വീണു. ഇനി ഇത് മീരയുടെ രുചിക്കൂട്ട് മാത്രമല്ല, ഇത് നമ്മുടേതാണ്. നമ്മുടെ അധ്വാനത്തിന്റെ, നമ്മുടെ സ്വപ്നത്തിന്റെ പേരാവണം. അരുൺ മീര എന്ന് മാറ്റിയാലോ? ആ വാക്ക് കേട്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് വെറുമൊരു പേരല്ലായിരുന്നു. തനിച്ചായി പോയ ജീവിതത്തിൽ അവൾക്ക് കൂട്ടായി വന്ന അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ പ്രിയപ്പെട്ടവന്റെ സ്നേഹമായിരുന്നു ആ വാക്കുകളിലുണ്ടായിരുന്നത്. അവരുടെ പ്രണയത്തിന്റെ, അവരുടെ ഒരുമയുടെ ആ പേര് അവളുടെ ഹൃദയത്തിൽ തൊട്ടു. അവൾ ഒന്നും പറയാതെ അവന്റെ തോളിലേക്ക് ചാരി. പിറ്റേ ദിവസം തന്നെ അവർ പുതിയ ബോർഡ് വാങ്ങി. അരുൺ തന്റെ കൈയക്ഷരത്തിൽ അതിൽ ഭംഗിയായി അരുൺ മീര എന്നെഴുതി. ആ ചെറിയ ബോർഡ് കടയുടെ മുന്നിൽ തൂക്കുമ്പോൾ അതിന് താഴെ നിന്ന് അവർ തങ്ങളുടെ പുതിയ ലോകം സ്വപ്നം കണ്ടു. വരുമാനം കൂടിയപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കും വലിപ്പം വെച്ചു. ഒരു മഴയുള്ള രാത്രിയിൽ കടയിലേക്ക് ഓടിക്കയറിയ ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അന്ന് രാത്രി അന്നത്തെ വരുമാനം എണ്ണിത്തിട്ടപ്പെടുത്തി പതിവ് പോലെ ഒരു ഭാഗം മൺകുടത്തിൽ നിക്ഷേപിക്കുമ്പോൾ മീര പറഞ്ഞു, ഏട്ടാ, നമുക്ക് വരുന്നവർക്ക് ഇരിക്കാനൊരിടം വേണ്ടേ? ഒരു ചെറിയ ഹോട്ടൽ. ആ വാക്കുകൾ അരുണിന്റെ മനസ്സിലും അതേ ആഗ്രഹം ആളിക്കത്തിച്ചു. ശരിയാണ് മീരെ, വെയിലും മഴയും ഏൽക്കാതെ നമ്മുടെ രുചി ആസ്വദിക്കാൻ അവർക്കൊരിടം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അന്ന് തൊട്ടാ മൺകുടത്തിൽ വീഴുന്ന ഓരോ നാണയത്തിനും പുതിയൊരു സ്വപ്നത്തിന്റെ ഭാരമുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് മീരെ. എത്ര ദൂരമാണെങ്കിലും ഏട്ടൻ കൂടെയുണ്ടെങ്കിൽ ആ ദൂരം ഒരു ദൂരമേ അല്ല, അവൾ അവന്റെ കൈകളിൽ മുറിഞ്ഞ പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷേ തട്ടുകടയിൽ നിന്നൊരു ഹോട്ടലിലേക്കുള്ള ദൂരം വലുതായിരുന്നു. പലപ്പോഴും അപ്രതീക്ഷിതമായ ചിലവുകൾ വരുമ്പോൾ അവർ വിഷമിച്ചു.
ഒരു ദിവസം ഗ്യാസ് സ്റ്റൗ പെട്ടെന്ന് കേടുവന്നപ്പോൾ അന്നത്തെ കച്ചവടം പാതി വഴിക്ക് നിർത്തേണ്ടി വന്നു. അന്ന് രാത്രിയിൽ മൺകുടത്തിലേക്കിടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മീരയുടെ മുഖം വാടി. അരുൺ അവളുടെ അടുത്തു വന്നിരുന്നു പറഞ്ഞു, സാരമില്ലടോ, ഇതൊക്കെ ഉണ്ടാകും. നാളെ നമ്മൾ ഇതിലും കൂടുതൽ അധ്വാനിക്കും. നമ്മുടെ സ്വപ്നത്തിന് മുന്നിൽ ഇതൊക്കെ നിസ്സാരമല്ലേ. പിറ്റേന്ന് രാവിലെ കൂടുതൽ വാശിയോടെ അവർ എഴുന്നേറ്റ് ജോലി ചെയ്തു. ഓരോ രൂപയും അവർക്ക് വിലപ്പെട്ടതായിരുന്നു. ആളുകളുടെ പ്രോത്സാഹനവും സ്നേഹവും അവർക്ക് കരുത്തേകി. അരുൺ മീര എന്ന ആ ബോർഡിന് താഴെ ഓരോ ദിവസവും അവർ തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു ചുവടുകൂടി അടുത്തുകൊണ്ടിരുന്നു. ആ സ്വപ്നത്തിനു വേണ്ടി അവർ ഒരുമിച്ച് അധ്വാനിച്ചു, ഒരുമിച്ച് നടന്നു. വർഷങ്ങൾ ഒരു കുത്തൊഴുക്കുപോലെ പാഞ്ഞുപോയി. ഋതുക്കൾ അവയുടെ വർണ്ണങ്ങൾ മാറി മാറി ചാർത്തി. കാലം ഒരു ശില്പിയെപ്പോലെ അരുണിന്റെയും മീരയുടെയും ജീവിതത്തെ കൊത്തിയെടുത്ത് മനോഹരമാക്കിയിരുന്നു. തൃശൂർ നഗരഹൃദയത്തിൽ തിരക്കിന്റെ സിരകളോടുന്ന പാതയോരത്ത് ആധുനികതയും പാരമ്പര്യവും ഇഴചേർന്ന ഒരു വെണ്ണക്കൽ ശില്പം പോലെ അരുൺ മീര റെസിഡൻസി തലയുയർത്തി നിന്നു. അതിന്റെ പ്രൗഢഗംഭീരമായ പ്രവേശന കവാടത്തിൽ അരുണും മീരയും നിന്നു. അവരുടെ കൈകളിൽ കോർത്തുപിടിച്ച് അച്ഛന്റെ ഗൗരവവും അമ്മയുടെ പുഞ്ചിരിയും ഒരുപോലെ കിട്ടിയ 10 വയസ്സുകാരൻ മകൻ ആകാശും കണ്ണുകളിൽ കൗതുകം നിറച്ച 8 വയസ്സുകാരി മകൾ ആരതിയുമുണ്ടായിരുന്നു. ഹോട്ടലിന്റെ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങായിരുന്നു അന്ന്. ക്യാമറകളുടെ മിന്നലുകളും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അഭിനന്ദന പ്രവാഹങ്ങളും ആരവങ്ങളും അവർക്ക് ചുറ്റും ഒരു വലയം തീർത്തു. വില കൂടിയ പട്ടുസാരിയിൽ മീരയും വെളുത്ത കുർത്തയിൽ അരുണും തികച്ചും അപരിചിതരെ പോലെ കാണപ്പെട്ടു. എങ്കിലും ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിലും അവരുടെ മനസ്സ് വർഷങ്ങൾക്കപ്പുറത്തേക്ക്, ഓർമ്മകളുടെ പൊടിപിടിച്ച ഇടനാഴിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിനിടയിൽ ഒരു നിമിഷം അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിലച്ചു. ലോകം നിശ്ചലമായി. അവരൊന്നും സംസാരിച്ചില്ല. പക്ഷേ ആ നോട്ടത്തിന് ഒരു ഇതിഹാസത്തിന്റെ ഭാരമുണ്ടായിരുന്നു. ഇഷ്ടികച്ചൂളയിലെ വെയിലിൽ വിയർപ്പുണങ്ങുന്ന പൊള്ളുന്ന ദിനങ്ങൾ, തോളോട് തോൾ ചേർന്ന് ചുമന്ന ചുടുകട്ടകളുടെ ഭാരം, വിശപ്പടക്കാൻ ഒരു കഷ്ണം റൊട്ടി പങ്കിട്ടെടുത്തത്, ഗുരുവായൂരപ്പന്റെ നടയിലെ ആ ചെറിയ തട്ടുകട, ദോശക്കല്ലിലെ എണ്ണയുടെ മണവും ആവി പറക്കുന്ന ചായ ഗ്ലാസുകളും, ഒരുമിച്ചിരുന്ന് നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുടെ വർണ്ണങ്ങൾ, നേരിട്ട പ്രതിസന്ധികളുടെ കയ്പുനീര്, എല്ലാം ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ അവരുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അവരറിയാതെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് 1000 അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ അവരുടെ ഭൂതകാലത്തെ കഷ്ടപ്പാടുകളുടെ കണ്ണുനീരുപ്പുണ്ടായിരുന്നു. പങ്കുവെച്ച രഹസ്യങ്ങളുടെ മാധുര്യമുണ്ടായിരുന്നു. ഒരുമിച്ച് നേടിയ വിജയങ്ങളുടെ അഭിമാനമുണ്ടായിരുന്നു. കാലത്തിനു മായ്ക്കാൻ കഴിയാത്ത പ്രണയത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു. ചുറ്റുമുള്ള ആരവങ്ങൾക്കിടയിലും അരുൺ മീരയുടെ അടുത്തേക്ക് ചേർന്നു നിന്നു. അവളുടെ കാതിൽ ഒരു നേർത്ത മർമ്മരം പോലെ അവൻ മൊഴിഞ്ഞു. ഓർക്കുന്നുണ്ടോ മീര, നമ്മൾ അന്ന് ചുമന്ന ആ ചുവന്ന ഇഷ്ടികകൾ? അതാണ് ഈ കാണുന്ന സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ. ആ വാക്കുകൾ ഒരമ്പു പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് സങ്കടത്തിന്റെ അല്ല, സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് അവർ പൂർണ്ണമായി തിരിച്ചറിഞ്ഞത്, തങ്ങൾ പണ്ട് ചുമന്ന ഓരോ ഇഷ്ടികക്കട്ടയും തങ്ങളുടെ ഈ വിജയസൗധത്തിന്റെ അടിത്തറയിലെ ഓരോ തങ്കക്കല്ലുകളായിരുന്നുവെന്ന്. ആ ഇഷ്ടികച്ചൂളയിലെ തീയിലാണ് അവരുടെ പ്രണയം വെണ്ടുരുകി തങ്കമായി മാറിയത്. അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ ആകാശം ആരതിയും ചിരിച്ചുകൊണ്ട് തോടിക്കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയായിരുന്നു ഈ യാത്രയത്രയും. മുന്നോട്ടു നോക്കുമ്പോൾ തങ്ങളുടെ മക്കളിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ ഇനിയും പൂവണിയുന്നത് അവർ കണ്ടു. അതായിരുന്നു അവരുടെ യഥാർത്ഥ വിജയം. അരുൺ മീര റെസിഡൻസി ഒരു ഹോട്ടൽ മാത്രമായിരുന്നില്ല. അതവരുടെ പ്രണയത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായിരുന്നു. ഓരോ ഇഷ്ടികയിലും അവരുടെ വിയർപ്പിന്റെയും പ്രണയത്തിന്റെയും കഥയുണ്ടായിരുന്നു.